ഹലോ ഡിയസ്, അപ്പൊ നമ്മുടെ സേ എക്സാമിലോട്ട് ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇനി പഠിച്ചു കഴിഞ്ഞാൽ പാസ്സാകാൻ സാധിക്കുമോ, അല്ലെങ്കിൽ 30 മുകളിൽ അല്ലെങ്കിൽ 25 മുകളിലെ ഒക്കെ മാർക്ക് വേണ്ടവർ ഇനി സാധിക്കുമോ എന്നുള്ള ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ഇനി പഠിച്ചാൽ 30 മുകളിലൊക്കെ മാർക്ക് വാങ്ങിക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഞാൻ അതിനകത്ത് പ്രൂഫ് വെച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാം. മാത്രമല്ല, നിങ്ങൾ ഇനി ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത മസ്റ്റ് ആയിട്ടും പഠിക്കേണ്ട ചാപ്റ്റേഴ്സ്, അതായത് കംപ്ലീറ്റ് ചില ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് തന്നെ പഠിക്കണം എന്നുള്ള രീതിയിൽ പഠിക്കണം. ആ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായി കണ്ടോളൂ, മാക്സിമം നിങ്ങളുടെ ചങ്കലിലോട്ട് ഷെയർ ചെയ്തോളൂ. കാരണം ഈ ഫീൽഡിൽ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അഡ്ഡപടലം പൊട്ടി വന്നവരെ പോലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതായത് 5 മാർക്ക് 6 മാർക്ക് 8 മാർക്ക് 9 മാർക്ക് അങ്ങനെ വളരെ കുറഞ്ഞ മാർക്കിലുള്ളവരെ പോലും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഡബിൾ പാസിനടുത്തും അങ്ങനെ ഡബിൾ പാസിന് അപ്പുറം മാർക്കിലോട്ടൊക്കെ പല സബ്ജക്റ്റുകളും നമുക്ക് ഫിസിക്സിലും ഒക്കെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. കെമിസ്ട്രിയിലാണെങ്കിൽ അറൗണ്ട് ഞാൻ ഇവിടെ കാണിക്കാം. നമ്മുടെ മുൻ റിസൾട്ടുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ പ്രൂഫ് വെച്ച് പറയാം ഇനി പഠിച്ചു കഴിഞ്ഞാൽ പാസ്സാകുമോ. ഇവർ നമ്മുടെ ബാച്ചിൽ ഇതല്ല, വേറൊരു കേസ്. ഈ ഒരു കേസ് 6 മാർക്കുമായിട്ട് ഫെയിൽ ആയി വന്നിട്ട് അഡ്ഡപ്പടില്ല. 6 മാർക്ക് എന്ന് പറഞ്ഞാൽ എത്ര കുറഞ്ഞ മാർക്കാണ്. ഒരു കൊല്ലം പഠിച്ചിട്ട് +2 പഠിച്ചിട്ട് 6 മാർക്ക്, എന്നിട്ട് ഫെയിൽ ആയിട്ട് നമ്മുടെ സേ ബാച്ചിൽ ജോയിൻ ആയിട്ട് കണ്ടോ. ഏകദേശം ഈ ഒരു സമയത്തൊക്കെയാണ് അവർ ജോയിൻ ആയത്. അത് തന്നെ അവർ ജോയിൻ ആയത് ഓൾറെഡി അവർ യൂട്യൂബിൽ എവിടെ ഒരു ബാച്ചിൽ അതിനകത്ത് ജോയിൻ ആയിരുന്നു. പക്ഷെ ആ ക്ലാസ്സുകൾ അതിനവർക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയത്. എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാകണം, മെർച്ചന്റ് നേവിക്ക് പോകാനാണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് വന്നത്. അങ്ങനെ അതിനകത്ത് നമ്മുടെ കുറഞ്ഞ സമയത്ത് തന്നെ ഏകദേശം ഈ ഒരു പകുതിയൊക്കെ ആ ഒരു സമയത്താണ് ഇവർ വരുന്നത് തന്നെ. ഇനി പഠിച്ചാൽ പാസ്സാകുമോ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ട് തന്നെയാണ് ഇവർ വന്നത്. അങ്ങനെ ഇവർക്ക് ആക്ച്വലി ഇതിനകത്ത് ഇവര് ഇതിനേക്കാളും മാർക്ക് ഇവർക്ക് സ്കോർ ചെയ്യാമായിരുന്നു. ഇവര് കുറച്ച് ഫുട്ബോളും കളിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ടീമായിരുന്നു. അവരുടെ ഫോട്ടോ എനിക്ക് ഇപ്പോഴും അവരുടെ പ്രൊഫൈൽ ഓർമ്മയുണ്ട്, ബ്ലാസ്റ്റേഴ്സിന്റെ പ്രൊഫൈലൊക്കെ വെച്ചിട്ടുള്ള ഒരു പ്രൊഫൈൽ. അപ്പം അതിനകത്ത് DP അവരുടെ വാട്സാപ്പിൽ. അപ്പൊ എന്തായാലും അവര് എന്നിട്ട് അതിനകത്ത് നമ്മുടെ സേ ബാച്ചിൽ ജോയിൻ ആയി. 27 മാർക്കാണ് അവർക്ക് കുറഞ്ഞ സമയം കൊണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പയ്യന്റെ കേസ്, ഇവർക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പയ്യനായിരുന്നു. അപ്പൊ എന്നിട്ട് പോലും അവരെ വളരെ ലേറ്റ് ആയിട്ടാണ് ജോയിൻ ആയത്. എന്നിട്ട് 24 മാർക്കിലുള്ള, അതും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു പയ്യനായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കണം. അതുപോലെ മറ്റൊരു കേസ് ഇവിടെ കാണിക്കാം. ഈ ഒരു കേസ് അഡ്ഡപടലം പൊട്ടി വന്ന കേസായിരുന്നു. പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മറവിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. കോഡുകളും ട്രിക്കുകളും ആയിട്ട് നമ്മൾ പഠിച്ച് സെറ്റാക്കി. ഇവരും വരുന്നത് നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ആയത് ലേറ്റ് ആയിട്ടായിരുന്നു. മാത്രമല്ല 2 സബ്ജക്ട് ഫെയിൽ ആയിരുന്നു. 2ലും കെമിസ്ട്രിയിൽ 29 അറൗണ്ട്, അത്രയും ബുദ്ധിമുട്ടുള്ള 29 കിട്ടി. ഫിസിക്സ് ആണെങ്കിൽ അറൗണ്ട് 28 വേണമായിരുന്നു, 28 കിട്ടി. പിന്നെ അതായത് 8 മാർക്കൊക്കെ ആയിരുന്നു +1 ഇവരുടെ സ്കൂൾ. പിന്നെ ഈ ഒരു കേസ് ഇവരും അതിനകത്ത് ഞാൻ ഓർക്കുന്നത് അതിനകത്ത് എറണാകുളം ആ ഒരു ഭാഗത്ത് നിന്നും നമ്മുടെ ഒരു ഏകദേശം സേ എക്സാമിനൊക്കെ ഇതുപോലെ തന്നെ പകുതി സമയം കഴിഞ്ഞു. സേയുടെ ആ ഒരു അനൗൺസ്മെന്റ് ഒക്കെ വന്നിട്ട്, അതായത് +2 റിസൾട്ട് വന്നിട്ട് പകുതി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബാച്ചിലായിട്ട് ഫിസിക്സും കെമിസ്ട്രിയും അതിനകത്ത് പാസ്സായി, നല്ല മാർക്കിൽ പാസ്സായ കേസുകൾ. അതുപോലെ തന്നെ ഒരുപാട് കേസുകൾ, ഇതൊന്നും ഞാൻ പിന്നെ പറയുന്നില്ല. കംപ്ലീറ്റ് നമ്മുടെ ബാച്ചിൽ റിസൾട്ടുകൾ അറിയാൻ അതിപ്പോൾ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ നിങ്ങൾക്ക് നമ്മുടെ ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ക്ലാസ് കൊള്ളാം. അത് മാത്രമല്ല നമ്മുടെ ആപ്പിൽ ക്ലാസ്സുകളുണ്ട്. നിങ്ങൾ ഇപ്പം ജോയിൻ ആവുകയാണെങ്കിൽ വേറെ ക്ലാസ് ഒന്നും മിസ്സാവില്ല. നമ്മുടെ ആപ്പിൽ ക്ലാസ്സുകൾ ഓട്ടോമാറ്റിക്കലി റെക്കോർഡർ, ലൈവ് ക്ലാസ്സുകൾ എന്താണ് റെക്കോർഡായി മാറുകയാണ്. നിങ്ങൾക്ക് ഏത് സമയത്ത് ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസിന് നമുക്ക് മികച്ച റിസൾട്ടുകൾ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് റിസൾട്ട് ഇപ്പോൾ ഐ ബട്ടണിൽ കാണുന്ന ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ഇനിയും നിങ്ങൾക്ക് അതിനകത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഡബിൾ പാസിനടുത്ത് അപ്പുറം മാർക്ക് വാങ്ങിക്കാന്നേ. ഇനിയല്ലേ പഠിക്കേണ്ട സമയം, നിങ്ങൾ പഠിച്ചോളൂ. നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇതാണ് നമ്പർ 77 36 70 70 45. അപ്പം സമയം വൈകിട്ടില്ല, ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഇനിയും നിങ്ങൾക്ക് 30 അല്ല അതിനപ്പുറം മാർക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പൊ ബാച്ചിൽ ജോയിൻ ആകാൻ ഈ നമ്പറിൽ വിളിച്ചോളൂ. അത് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഡെമോ ക്ലാസ് കണ്ടിട്ട് കൊള്ളാം എന്നുണ്ടെങ്കിൽ മാത്രം ജോയിൻ ആകാൻ മതി. എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, പെട്ടുപോകരുത്. എവിടെ പോകുമ്പോഴും നിങ്ങൾ അവിടുത്തെ ക്ലാസ് എങ്ങനെയാണ്, ലൈവ് ക്ലാസ്സുകളാണോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നീട് റെക്കോർഡഡ് ക്ലാസ്സസ് കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ, അതുപോലെ തന്നെ അവിടുത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ക്ലാസ്സുകളാണോ, മലയാളത്തിലൊക്കെ പറഞ്ഞു തരുന്ന സിമ്പിൾ ആക്കി തരുന്ന ക്ലാസ്സുകളാണോ എന്നൊക്കെ നോക്കുക. എന്നിട്ട് ജോയിൻ ആവുക. അപ്പൊ എന്തായാലും ഇനി മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ അല്ലെ, എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു കാര്യം അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ റിസൾട്ടുകൾ ഞാൻ ഇതിനകത്ത് കൂടുതൽ റിസൾട്ട് ഒന്നും കാണിക്കുന്നില്ല, കാരണം അത് മുന്നത്തെ വീഡിയോകളൊക്കെ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ചാപ്റ്റർ ഞാൻ പറയാം, കൈനറ്റിക്സ്. അത് നിങ്ങൾ കംപ്ലീറ്റ് ഭയങ്കര സിമ്പിൾ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഓഫർ. ഇപ്പൊ നിങ്ങൾക്ക് ചില ചാപ്റ്റേഴ്സ്, ഇപ്പൊ കൈനറ്റിക്സ് ഞാൻ പറഞ്ഞു ഒരിക്കലും സ്കിപ്പ് ആക്കാൻ പാടില്ല, അത് കംപ്ലീറ്റ് പഠിക്കണമെന്ന്. അപ്പൊ അതിലെ കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിന്റെ ലൈവ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ കുറഞ്ഞ ഫീസിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ട ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ള ഓപ്ഷൻ കൂടി നമ്മൾ ബാച്ചിൽ എനേബിൾ ആക്കുന്നുണ്ട്.
അപ്പം ഇപ്പം കൂടുതൽ ഫീസ് ഇതിനകത്ത് അടക്കാൻ പറ്റാത്തവർ കുറഞ്ഞ ഫീസിൽ എന്ത് ചെയ്യാം, ഇപ്പൊ ഈ ചാപ്റ്റേഴ്സ് കൈനറ്റിക്സ് അല്ലെങ്കിൽ ഹൈ വെയിറ്റേജ് വരുന്ന സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ചാപ്റ്ററാണ് നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹൈ വെയിറ്റേജ് ചാപ്റ്റർ ആണ്. അതുപോലെ ഇലക്ട്രോ കെമിസ്ട്രിയിലും ഹൈ വെയിറ്റേജ് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ന്യൂമറിക്കൽ ഉണ്ടെങ്കിലും ന്യൂമറിക്കൽ മാറ്റി നിർത്തിയാൽ ഒരു പകുതി മാർക്ക് എന്താണ്, ഈസിയാണ്. അപ്പൊ അങ്ങനെ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് മാത്രമായിട്ട് പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ ഫീസ് പറ്റിയ കുറഞ്ഞു കിട്ടും, അങ്ങനെ പഠിക്കുക. അപ്പൊ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ചാപ്റ്റർ ഞാൻ പറഞ്ഞില്ലേ, കൈനറ്റിക്സ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കോർഡിനേഷൻ നന്നായിട്ട് പഠിച്ചു വെക്കുക, നല്ല വെയിറ്റേജ് ആണ്. പിന്നെ ഇലക്ട്രോ കെമിസ്ട്രി നിങ്ങൾക്ക് ബാക്കി പിന്നെ എന്ത് ചെയ്യാം, അപ്പൊ ഇത് ആദ്യം എന്തായാലും സെറ്റ് ആക്കാം. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സെലക്ട് ചെയ്ത് പഠിക്കുന്ന ഒരു മണ്ടത്തരമാണ്. കാരണം പരീക്ഷ ടഫായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം നമ്മൾ ബാച്ചിൽ ആ രീതിയിലാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഈ ചാപ്റ്റേഴ്സ് ഒക്കെ സെറ്റ് ആക്കാനുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ സെറ്റ് ആക്കിയിട്ട് പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് കവർ ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ. മാത്രമല്ല റെക്കോർഡഡ് ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് എപ്പോഴും കാണാനുള്ള ഓപ്ഷൻ ഒക്കെയാണ്. അപ്പോൾ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. ഇതാണ് ഇനിയും വൈകിട്ടില്ല, 77 36 70 70 45. അപ്പൊ ഫ്രണ്ട്സ് ഒരുമിച്ച് ജോയിൻ ആകുമ്പോൾ അതിനകത്ത് ഫീസ് ഒക്കെ വളരെ കുറവാണ്. അപ്പൊ നിങ്ങൾ അതൊക്കെ മറക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. But that's all. Thanks for watching.